നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ വിധി ഇന്നുണ്ടാകില്ല. ജഡ്ജിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് വിധി പറയുന്നത് നീട്ടിയത്. വിധി അടുത്ത ദിവസം തന്നെ ഉണ്ടാകും. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. സി വി അനുമോദുണ്ട് വിശദാംശങ്ങളുമായി. അനുമോദ്, ഏകദേശം 1.5 കൊല്ലമാകുന്നു ഈ ഇരട്ടക്കൊലപാതകം നടന്നിട്ട്. ഇന്ന് വിധി ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. എന്താണെന്ന് സംഭവിച്ചത്? എന്നായിരിക്കും ഇനി വിധി പ്രസ്താവിക്കുക? ഹരി, ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ ഒരു നാടിനെ നടുക്കിയ ചെന്താമരയുടെ കേസിലെ വിധി, ഇരട്ടക്കൊല കേസിലെ വിധി ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഉണ്ടാകില്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ജഡ്ജിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റിയെന്ന വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെന്താമരയെ ഇന്ന് കോടതിയിലേക്ക് കൊണ്ടുവരില്ല എന്ന് പോലീസും അറിയിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വാദം പൂർത്തിയായ ശേഷം ഏറ്റവും വേഗത്തിൽ വിധി പറയും എന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. ഇന്ന് വിധി പ്രസ്താവം ഉണ്ടാകുമെന്ന കണക്കുകളിൽ തന്നെയായിരുന്നു. നമുക്കറിയാം, 2025 ജനുവരി 27-നാണ് നാടിനെ നടുക്കിയ ഈ ഒരു ഇരട്ടക്കൊലപാതകം നടക്കുന്നത്. സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും അയൽവാസിയായ ചെന്താമര വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. അതിനു മുമ്പ് 6 വർഷം മുൻപ് സുധാകരൻ്റെ ഭാര്യ സജിതയെയും ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. തൻ്റെ കുടുംബം ഇല്ലാതെയാകാൻ കാരണം അടുത്ത വീട്ടിൽ താമസിക്കുന്ന മുടിയുള്ള ഒരു സ്ത്രീയാണെന്ന ഒരു ആളുടെ വാക്കുകേട്ടാണ് ഇയാൾ ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത്. അന്ധവിശ്വാസിയായിരുന്നു ഇയാൾ. തുടർന്ന് ഈ 2019 ഈ കൊലപാതകത്തിന് ശേഷം ഇയാൾ ജയിലിലായിരുന്നു. പക്ഷേ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇയാൾ നെന്മാറ എത്തി ഇവിടെ അയൽവാസിയായിരുന്ന സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നാട്ടുകാർക്കെല്ലാം വലിയ പേടിയാണ് ഈ ചെന്താമരയുടെ കാര്യത്തിലൊക്കെ തന്നെ ഉള്ളത്. ഇപ്പോൾ ഇരട്ടക്കൊല കേസിൽ ഇനി ഒരിക്കലും ആൾ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ശിക്ഷ, പരമാവധി വധശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യമാണ് പരക്കെ ഉയരുന്നത്. സജിതയുടെ കേസിൽ അത് ഉണ്ടായിരുന്നില്ല, അത് ഇരട്ട ജീവബന്ധിതമായിരുന്നു. പക്ഷേ ഇരട്ടക്കൊലപാതക കേസിൽ വധശിക്ഷ നൽകണമെന്ന ആവശ്യമായിരുന്നു പരക്കെ ഉയർന്നിരുന്നത്. എന്താണെങ്കിലും അതിൽ കേസിലെ വാദപ്രതിവാദങ്ങളൊക്കെ പൂർത്തിയായിരുന്നു. ഇപ്പോൾ ഈ വിചാരണ വേളയിൽ സാക്ഷികളിൽ പലരും കൂറുമാറിയതും അല്പം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ മറ്റെല്ലാ തെളിവുകളും പ്രതിക്ക് എതിരായതുകൊണ്ട് തന്നെ ഈ പരമാവധി ശിക്ഷ കിട്ടുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രോസിക്യൂഷനുള്ളത്. പക്ഷേ ഏറ്റവും അവസാന നിമിഷമാണ് കേസ് അടുത്ത ദിവസത്തേക്കായി മാറ്റിവെച്ച വിവരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്നാവും കേസ് പരിഗണിക്കുക എന്നുള്ളത് ഇന്ന് 11 മണിയോടെ നമുക്ക് അറിയാനാകും. എന്നാണ് കേസ് പരിഗണിക്കുക സംബന്ധിച്ച് ഇന്ന് വ്യക്തമാകുമെന്നാണ് മനസ്സിലാകുന്നത്. ജഡ്ജിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് വിധി മാറ്റിവെച്ചിരിക്കുന്നത്. സി വി അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.